ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂളിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത്. പല ആളുകളും വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, സർ ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? എൻ്റെ എക്സ് തിരിച്ചു വരുമോ? അവൾ ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുള്ളതാണ്, ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി പോസിബിൾ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നു 100% പോസിബിൾ ആണ്. നിങ്ങൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് റൂള് 100% വർക്കിംഗ് ആവും. ഇനി ട്രൂ ആയിട്ടല്ല സ്നേഹിച്ചതെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജെന്യൂനായിട്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടും, അതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുമ്പോൾ നോ കോണ്ടാക്ട് തന്നെയാണ്. അത് എല്ലാ രീതിയിലും നിങ്ങൾ പരസ്പരം കാണാൻ പാടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ പാടില്ല, കോൾ ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയാസിൽ മെസ്സേജ് അയക്കാനോ കമന്റ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും പാടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഓൾറെഡി ഫോളോ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യാനൊന്നും പോകണ്ട. മനസ്സിലായോ? അത് അങ്ങനെ തന്നെ കടന്നോട്ടെ. പക്ഷെ അവരുടെ ഫോട്ടോസ് എടുത്ത് നോക്കുകയോ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. 100% ഒരു 30 days എങ്കിലും നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലും ഒക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്കില്ലുകൾ അത് പഠിക്കുക. കരിയർ ഒന്നുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ഓക്കെ ആവണ്ടേ? അതിനു വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഏർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിറ്റ്നസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എനർജി ഉണ്ടാവും, അല്ലെ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. ഒന്ന്, യാതൊരു വിധത്തിലുള്ള കോണ്ടാക്ട് പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ വേണ്ട ആളുകളുമായിട്ട് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 30 days ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ട്രൂ ലവ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു വരും. ഈ ട്രൂ ലവ് അല്ല എന്ന് വിചാരിക്കുക, അപ്പൊ പിന്നെ അവർ വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ശരിയല്ലേ? കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴേ ലൈഫ് ടൈം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണെങ്കിൽ 100% ഇത് വർക്കിംഗ് ആണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അഥവാ നിങ്ങളെ സ്നേഹിച്ചിരുന്ന, പ്രണയത്തിലായിരുന്ന ആ വ്യക്തിക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുക എന്നതിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്ന അടുത്തൊരു വീഡിയോ എന്റെ ചാനലിലൂടെ വരുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നറിയാൻ ആഗ്രഹമുണ്ടോ? നെക്സ്റ്റ് വരുന്ന വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രയാസങ്ങളോ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർഷങ്ങളായിട്ട്, ഏകദേശം 7 വർഷത്തിലധികമായി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള
ആളുകൾ ഡീൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു റൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് എനിക്ക് 100% പറയാനായിട്ട് സാധിക്കും. കാരണം കേരളത്തിൽ അങ്ങനെ എനിക്കറിയില്ല, ഒരുപാട് റിലേഷൻഷിപ്പ് കോച്ചിങ് സെന്റേഴ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയായാലും അതുപോലെ കോളിലൂടെ ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ സപ്പോർട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. പിന്നെ അത് കൂടാതെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്കൊരു പാക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ചില ആളുകളുണ്ട് വീഡിയോസ് കാണുമ്പോൾ, അയ്യോ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ആവുമോ, ഞാൻ എങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക, ചിലപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. നിങ്ങൾക്കൊരു 21 വയസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് പറയുകയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ധാരാളം കോഴ്സുകളുണ്ട്. റിലേഷൻഷിപ്പ് മാസ്റ്ററി ഉണ്ട്, അതുപോലെ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, പവർ യോഗി എന്ന് പറയുന്ന ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് നമുക്ക് 3 കോഴ്സുകളാണുള്ളത്. അപ്പൊ അതെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യണമെന്നില്ല. 21 വയസ്സായിട്ടുള്ള ആർക്കും അതിലോട്ട് വരാവുന്നതാണ്. എന്നിട്ട് അത് എടുത്ത് പഠിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ഇന്റിമസിയോട് കൂടിയിട്ട്, കെമിസ്ട്രിയോട് കൂടി ബിൽഡ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ആ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ.